എല്ലാവർക്കും നമസ്കാരം. മോഷന്റെ പ്ലെയിനിലെ 6ാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയാണ് ഈ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസ് ഒക്കെ വരുന്നത്. എസ്സേ മീൻസ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളതിന് മുമ്പ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ എടുത്തത് പൊസിഷൻ വെക്റ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു പൊസിഷൻ വെക്റ്റർ തന്നിരിക്കുകയാണ്. അപ്പോൾ 27 ക്വസ്റ്റ്യനിൽ പൊസിഷൻ വെക്റ്റർ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ആണ്. അത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം, പിന്നീട് ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇതിനകത്ത് ടൈമിന്റെ ഒരു പവർ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമുല, d/dt ഓഫ് t raised to n is equal to n t raised to n minus 1. അപ്പൊ ഇവിടെ ടിയുടെ പവർ 1 ആണ്. അപ്പൊ 1 into t raised to 1 minus 1. 1 minus 1 0 ആണ്. അപ്പൊ ആൻസർ ഇവിടെ 3i cap വരും, മൈനസ് 2t square. അപ്പൊ 2 into t raised to 2 minus 1. അപ്പൊ 2 into 2 അപ്പൊ 4t j cap. ഇവിടെ ഒന്നുമില്ല, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന് വേരിയേഷൻ ഇല്ല. അപ്പൊ നമുക്ക് എത്രയായിട്ട് എടുക്കാം? അത് 0 ആയിട്ട് എടുക്കാം. അപ്പോൾ വെലോസിറ്റി കിട്ടിയിരിക്കുന്നത് 3i cap മൈനസ് 4t j cap. ഓക്കെ, അപ്പോൾ v is equal to 3i cap മൈനസ് 4t j cap. ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ആക്സലറേഷൻ കൂടെ കണ്ടുപിടിക്കണം അല്ലേ? ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ is equal to dv vector divided by dt. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇവിടെ 4t ഉണ്ട്, ടിയുടെ ഒരു പവർ ആണ്. അപ്പോൾ ആൻസർ 4j cap. അതായത് ആക്സലറേഷൻ ഈസ് അലോങ് j cap ഉദ്ദേശിക്കുന്നത് അലോങ് ദ y ഡയറക്ഷൻ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ x ഡയറക്ഷനും കമ്പോണന്റ് ഉണ്ട്, y ഡയറക്ഷനും കമ്പോണന്റ് ഉണ്ട്. ഇനി അതിന്റെ ബി പാർട്ട് നോക്കാം. What is the direction of velocity and acceleration of the particle at t is equal to 2 seconds? 2 seconds ഇവിടെ കൊടുത്തു നോക്കുക. So velocity is equal to 3i cap minus 2 into 4, 8j cap. അപ്പോൾ നമുക്ക് tan alpha is equal to minus 8 divided by 3 എന്ന് എഴുതാം. ഡയറക്ഷൻ കിട്ടി. ഇനി ആക്സലറേഷന്റെ ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. ആക്സലറേഷൻ എങ്ങോട്ട് മാത്രമാ? മൈനസ് കാണിക്കുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് y ഡയറക്ഷൻ ആണ്. അപ്പോൾ മൈനസ് y ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എഴുതി പോകാൻ പറ്റും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേം ആണ് നിങ്ങൾ അടുത്ത പഠിക്കാനുള്ളത്, പ്രോജക്റ്റൈൽ മോഷൻ എന്ന് പറയും. അപ്പോൾ പ്രോജക്റ്റൈൽ പിന്നീട് വരുന്നുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ വരുന്നുണ്ട്. അതിന് മുമ്പ് കൈനമാറ്റിക് ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ പ്ലെയിൻ എങ്ങനെയെന്ന് നോക്കാം. ഒരു ഡയറക്ഷൻ മാത്രമായിട്ടാണെന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ മാത്രമേ ഉള്ളൂ, എക്സ് മാത്രം വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ വൈ മാത്രം വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇസഡ് മാത്രം വേരി ചെയ്യുന്നു. പക്ഷെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്, ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. നമുക്ക് കോമൺ ആയിട്ട് എക്സ് വൈ ഡയറക്ഷൻ ആണ് പറയുന്നത്. അപ്പോൾ എക്സ് കമ്പോണന്റും ഉണ്ട്, വൈ കമ്പോണന്റും ഉണ്ട്. അപ്പോൾ 28th പോയിന്റ് നോക്കിയാൽ മതി. Motion in a plane can be treated as 2 separate simultaneous one-dimensional along 2 perpendicular directions. along x direction ആണെങ്കിൽ
Vx is equal to ux plus axt അല്ലെങ്കിൽ x is equal to uxt plus half axt square. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആയി, വെലോസിറ്റിയുടെ ഇക്വേഷൻ ആയി. അതുപോലെ തന്നെ along y direction ആണെങ്കിൽ vy is equal to uy plus ayt. y is equal to uyt plus half ayt square. ഇതിന്റെ അർത്ഥം v എന്താ ഉദ്ദേശിക്കുന്ന ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ഫൈനൽ വെലോസിറ്റി along x direction is equal to initial velocity along x direction plus initial acceleration acceleration along x direction into time. ഇവിടെ നമുക്ക് അത് x ന് പകരം എന്ത് പറഞ്ഞാൽ മതി, y പറഞ്ഞാൽ മതി. ഇനി എന്താണ് പ്രോജക്റ്റൈൽ എന്ന് നോക്കാം. A body which is thrown into air and it is moving under the influence of gravity alone. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ റോക്കറ്റ് പ്രോജക്റ്റൈൽ അല്ല, നമ്മളൊരു ഡൈനാമിറ്റ് മേലോട്ട് വിടുകയാണെങ്കിൽ അത് പ്രോജക്റ്റൈൽ അല്ല. കാരണം അതിൻ്റെ അകത്ത് ഇന്ധനമുണ്ട്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് ഒരു കല്ലെടുത്ത് ഞാൻ മേലോട്ട് എറിയുന്നു, അത് പ്രോജക്റ്റൈലാണ്. അപ്പോൾ പ്രോജക്റ്റൈലിൻ്റെ മീനിങ് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ജാവലിൻ ത്രോയിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു പ്രത്യേക ആംഗിളിൽ എറിയുന്നതൊക്കെ കണ്ടു കാണും. ജാവലിൻ ത്രോ അത് പ്രോജക്റ്റൈലാണ്. ഡിസ്കസ് ത്രോയില് ഡിസ്ക് പ്രോജക്റ്റൈലാണ്. ഷോർട്ട് പുട്ട് അത് പ്രോജക്റ്റൈലാണ്. അപ്പോൾ പ്രോജക്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? A body which is thrown into air and it is moving under the influence of gravity alone. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മൂവ് ചെയ്യുന്ന ആ ബോഡീനെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോജക്റ്റൈൽ. ഇപ്പൊ എക്സാമ്പിൾ എന്ന് വെച്ചാൽ എന്താ? ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ്, എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ റൈഫിൾ, a jet of water coming from the side fall of a vessel, a stone thrown horizontally from the top of a building, an object dropped from an aeroplane. അതൊക്കെ എന്തിന് എക്സാമ്പിളാ? പ്രോജക്റ്റൈൽ. ഇനി 30ാമത്തെ പോയിന്റ് നോക്കുക. വാട്ട് ഈസ് എ പാത്ത്? പാത്തിനെ വിളിക്കുന്ന മറ്റൊരു വാക്കാണ് ട്രാജക്ടറി. ട്രാജക്ടറി ഓഫ് എ പ്രോജക്റ്റൈൽ. ഇതിന്റെ ആൻസർ എന്താ? പാരാബോളിക് പാത്ത്. അത് ഫോളോ ചെയ്യുന്ന പാത്താണ് പാരാബോളിക് പാത്ത്. ഒബ്ലീക്ക് പ്രൊജക്ഷൻ, താഴെ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇനി ഒരു ടവറിന്റെ മുകളിൽ നിന്നാണ് എറിയണമെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഒരു വിമാനത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ബോംബ് വിടുകയാണെങ്കിൽ അത് വിമാനം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇത് മുന്നോട്ട് വന്നിട്ട് ഇവിടെ പതിക്കത്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പാത്തിനെ വിളിക്കുന്ന എന്താണ്? പാരാബോളിക് പാത്ത്. ക്ലിയർ ആയല്ലോ? പാരാബോളിക് പാത്ത്. ഇനി അടുത്ത ടേം നോക്കാം. 31. What are the components of initial velocity of the projectile? ഇതൊരു പ്രോജക്റ്റൈൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ അറിയുകയാണ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് വെലോസിറ്റി u. ആ വെലോസിറ്റി യുവിനെ ഇവിടെ ഒരു കമ്പോണന്റ് ഉണ്ടാവും ux. ux is equal to u cos theta കൊടുക്കാം. ഇത് uy. uy is equal to u sin theta. ഇപ്പൊ ഇനിഷ്യൽ കമ്പോണന്റ് along x ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം? u cos theta. along y direction ചോദിച്ചു കഴിഞ്ഞാൽ u sin theta. ഇനി 32. What is the force on the projectile? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോഴ്സ് ആൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇവിടെ എത്തിയാലും mg ആണ്, ഇവിടെ എത്തിയാലും mg ആണ്, ഇവിടെ എത്തിയാലും mg ആണ്, ഇവിടെ എത്തിയാലും mg ആണ്. ഇപ്പൊ എങ്ങോട്ടായിരിക്കും എന്റെ ഡയറക്ഷൻ? താഴോട്ടായിരിക്കും. ഫോഴ്സ് എപ്പോഴും താഴോട്ടായിരിക്കും. ഇനി വാട്ട് ഈസ് 33 നോക്കുക.
വാട്ട് ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദ പ്രോജക്റ്റൈൽ? ഒരു പ്രോജക്റ്റൈൽ ഈസ് ഗോയിങ് അപ്വേർഡ് ആണ്. അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ എപ്പോഴും താഴോട്ടായിരിക്കും. മീൻസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇപ്പൊ മൂവ് ചെയ്യുന്നതിന് എതിരായിട്ടായതുകൊണ്ട് നമ്മൾ എന്ത് സൈൻ കൊടുത്തിരിക്കുകയാണ്? -g. -g മീൻസ് എങ്ങോട്ടാണ്? അതിന്റെ അർത്ഥം ഡൗൺവേർഡ്. അപ്പൊ പ്രോജക്റ്റൈൽ മേലോട്ടാണ് പോണെങ്കിലും അതിന്റെ ആക്സലറേഷൻ താഴോട്ടായിരിക്കും. 34. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ പ്രോജക്റ്റൈൽ അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്? അപ്പോഴും എത്ര തന്നെ? -g. ഇനി 35. How the initial velocity changes during the motion of the projectile? ശ്രദ്ധിക്കുക. How the initial velocity changes. അതിന്റെ ആൻസർ നോക്കുക. During the motion of the projectile, the horizontal component of the velocity. ഇവിടെ നമ്മളൊരു അസംഷൻ നടത്തുന്നുണ്ട്. എയർ റെസിസ്റ്റൻസ് നമ്മൾ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതിന് മാറ്റമില്ല? ഹൊറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയ്ക്ക് ഒരു മാറ്റമില്ല. ദെൻ വാട്ട് അബൌട്ട് വെർട്ടിക്കൽ കമ്പോണന്റ്? മേലോട്ട് ഒരു വസ്തുവിനെ നമ്മൾ എറിയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമുക്കറിയാം, ഒരു സ്റ്റോൺ എടുത്ത് നേരെ വെർട്ടിക്കലായിട്ട് എറിയാന്നുണ്ടെങ്കിൽ മേലോട്ട് പോകുന്നതനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞ് ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ വെലോസിറ്റി 0. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഈ വെർട്ടിക്കൽ കമ്പോണന്റ് മേലോട്ട് പോകുന്നതനുസരിച്ച് കുറഞ്ഞു വന്ന് ഹയസ്റ്റ് പോയിന്റ് 0. പക്ഷെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും എന്തായിട്ട് നിൽക്കുക? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേക്കാം. അപ്പൊ വെർട്ടിക്കൽ വെലോസിറ്റി കുറഞ്ഞു മേലിൽ വരുമ്പോൾ 0 ആവും. പിന്നെ കൂടി ഇവിടെ വന്ന് മാക്സിമം ആവും. പക്ഷെ ഈ കമ്പോണന്റ് എന്താ? ദാറ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ മോഷൻ. 36. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ പ്രോജക്റ്റൈൽ അറ്റ് ഇറ്റ്സ് ഹൈയസ്റ്റ് പോയിന്റ്? ഹൈയസ്റ്റ് പോയിന്റിൽ വരുമ്പോൾ അവിടെ ഇത് 0 ആയി പോകും. ഇനി ഈ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്താ? യു കോസ് തീറ്റ. മനസ്സിലാക്കിയിരുന്നേക്കാം. ഹൈയസ്റ്റ് പോയിന്റില് യു കോസ് തീറ്റ കമ്പോണന്റ് ഉണ്ടാവും. യു സൈൻ തീറ്റ കമ്പോണന്റ് എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് എന്നുള്ളത് vy is equal to u. നമ്മൾ നേരത്തെ എഴുതിയല്ലോ u x uy plus ayt അല്ലേ? അപ്പൊ vy is equal to uy. യുടെ സ്ഥാനത്ത് u sin θ കൊടുക്കാം. ഇതിന് പകരം കൊടുക്കാം -gt. ഇപ്പൊ ടൈം കൂടുന്നതനുസരിച്ച് ഇത് കൂടുന്നതനുസരിച്ച് vy കുറയും. ഹൈയസ്റ്റ് പോയിന്റിൽ vy എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. What will be the magnitude and direction of the velocity after time after the projection? ഇത് നമ്മൾ വരച്ച് കാണിക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്പോണന്റ് ആണ് vx. vx ഏതിന് ഈക്വൽ ആവും? ux ന് ഈക്വൽ ആവും. ഇത് vy. ആണ് ഡയറക്ഷൻ പറയുന്നത്. അപ്പോൾ tan alpha is equal to opposite side. Opposite side means vy divided by vx. So u sin theta minus gt minus u cos theta. അപ്പോൾ tan alpha നമുക്ക് ഡയറക്ഷൻ കിട്ടും. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലോട്ട് പോവുകയാണ്. ആദ്യത്തെ ഡെറിവേഷൻ. ഇത് 3 മാർക്കിന് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ 38th പോയിന്റ് നോക്കാം. പേജ് നമ്പർ 9. 38th പേജില് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എന്തൊക്കെ കണ്ടുപിടിക്കണം നോക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കണം, മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം, ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദ പ്രൊജക്റ്റൈൽ.
അപ്പൊ ആദ്യം നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താന്ന് നോക്കുക. പറന്ന സമയം അല്ലെ. പറന്ന സമയം മീൻസ് എപ്പോഴാ നമ്മൾ ഇവിടുന്ന് എറിഞ്ഞു വിട്ടിട്ട് താഴെ എത്തും വരെയുള്ള ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. നമുക്കിങ്ങനെ ഒന്ന് വരച്ച് കാണിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് നിങ്ങൾ ഡയഗ്രാം വരച്ച് പഠിക്കണം. ഇത് യു എന്ന് പറയും, ഈ ആംഗിൾ തീറ്റ, ഇത് കമ്പോണന്റ് യു എക്സ്, ഇത് യു വൈ, ഇവിടുത്തെ എച്ച്, ഇവിടുന്ന് ഇവിടം വരെയുള്ളതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച്. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്ന എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ അതിന് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതാം അല്ലെ. അപ്പോൾ y is equal to u sin theta. നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല നോക്കുക. u y plus u y t plus half a y t square അല്ലെ. അപ്പൊ നമുക്ക് y എഴുതാം plus equal to uy. uy means u sin theta t minus half gt square. ആക്സലറേഷന്റെ സൈൻ എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു? മൈനസ് ഹാഫ് gt square. ഇനി when the body reaches the ground, reaches, ഇത് y ആണ്, ഇത് x ആണ്. ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ y എത്രയായിട്ട് മാറും? 0. അപ്പോൾ ആ ടൈമിനെയാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നുള്ളത്. ടൈം during which the body was in air before touching the ground അല്ലേ. അപ്പോൾ when t is equal to t, t means എന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് y is equal to 0. t is equal to t ആകുമ്പോൾ y എത്രയായിട്ട് മാറും? 0. അപ്പോൾ 0 is equal to u sin theta into t minus half gt square. ഈ മൈനസ് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഹാഫ് gt square is equal to u sin theta into t. അപ്പോൾ t ഒരു t ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ നമുക്ക് t is equal to ഫോർമുല എന്ത് എഴുതാം? 2u sin theta divided by g. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുലയാണ്. ഇതിന്റെ പേരെന്താ? ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ എന്താ ടൈം ഓഫ് ഫ്ലൈറ്റ്? It is the time during which the body was in air before reaching the ground. അപ്പോൾ അതിൽ നമ്മളൊരു പടം വരക്കണം. പടം വരച്ചിട്ട് ഇക്വേഷൻ ഓഫ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അതാണ് എഴുതുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നിട്ട് നമ്മൾ പറയുന്നത് when t is equal to t, ടൈം ഓഫ് ഫ്ലൈറ്റിൽ ബോഡി എവിടെ എത്തിച്ചേരും? റീച്ചസ് ഇൻ ഗ്രൗണ്ട്. അപ്പോൾ y is equal to 0. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ t is equal to 2u sin theta into g എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ ദ മാക്സിമം ഹൈറ്റ് എത്രയെന്ന് നോക്കാം. മാക്സിമം ഹൈറ്റ് h, ഈ h എത്രയെന്ന് നോക്കാം. അപ്പൊ അത് കാണാനായിട്ട് എക്സ്പ്രഷൻ ഫോർ h എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ അതിന് vy സ്ക്വയർ എടുക്കാം. vy square is equal to uy square plus 2ayy. ayy. ഇനി when the body reaches the highest point, when the body reaches the highest point, vy എത്രയാ? 0. ഇതിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം? u square sin square theta മൈനസ് 2g. ഈ വൈയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? h. അപ്പോൾ h is equal to, ഈ മൈനസ് സൈൻ എന്നുള്ളത് ലെഫ്റ്റിലോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഫോർമുല എന്തായി? 2gh is equal to u square sin square theta. അപ്പോൾ h is equal to u square sin square theta divided by 2g. അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എക്സ്പ്രഷനായി, മാക്സിമം ഹൈറ്റിന്റെ എക്സ്പ്രഷനായി. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണെന്ന് നോക്കുക. ഹൊറിസോണ്ടൽ റേഞ്ച്, അപ്പോൾ മുന്നോട്ട് സഞ്ചരിച്ച
പരമാവധി ദൂരത്തെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച്. ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പ്രൊജക്ടൈൽ ബിഫോർ റീച്ചിങ് ദ ഗ്രൗണ്ട്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫോർമുല എടുക്കാം. x is equal to uxt plus half ax t square. x is equal to uxt plus half ax t square. അപ്പൊ ഇവിടെ എത്തിച്ചേരുമ്പോൾ എക്സിന്റെ വാല്യൂ 6 ആയിട്ട് മാറും. u cos theta into t. യുടെ വാല്യൂ ടൈം ഓഫ് ഫ്ലൈറ്റ്. ax 0 ആയിരുന്നു. അപ്പൊ r is equal to ഫോർമുല എന്തായി? u cos theta into t എന്നായി. ക്ലിയർ ആയല്ലോ? ഇനി അതെങ്ങനെ എക്സ്പ്രഷൻ മാറുന്നു ശ്രദ്ധിക്കുക. r is equal to u cos theta into t. യുടെ വാല്യൂ നമ്മൾ എഴുതി 2u sin theta divided by g. ഇവിടെ ശ്രദ്ധിക്കുക, u into u, u square, 2 sin theta cos theta divided by g. r is equal to u square 2 sin theta cos theta ക്ക് എന്ത് എഴുതാം? sin 2 theta by g. നോക്കാം, ഈ 3 ഡെറിവേഷൻസും നിങ്ങൾ നല്ലോണം എഴുതി പഠിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രോബ്ലം ആണെങ്കിലും ഡെറിവേഷൻസ് ആണെങ്കിലും ചോദിക്കും. ചിലപ്പോൾ ചോദിക്കുന്നത് എക്സ്പ്രഷൻ ഫോർ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അപ്പോൾ ഹൈറ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട. ചിലപ്പോൾ മാക്സിമം ഹൈറ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് മാത്രം എഴുതി വെച്ചാൽ മതി. എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സോടുകൂടി നമുക്ക് ഈ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ നല്ലോണം നിങ്ങളൊന്ന് ഇത് വരച്ച് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് അടുത്ത സെക്ഷനിൽ നമ്മൾ ഡിസ്കഷൻ നടത്താം. ഓക്കെ, താങ്ക് യു.